ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വന സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാനിത് തമിഴിന്റെ പാണ്ഡ്യൻ സ്റ്റോർ 2 ഭാഗമാണ് പറയണത്. അപ്പൊ ഈ ഭാഗം നമുക്ക് മലയാളത്തിൽ എന്തായാലും വരും കേട്ടോ. അങ്ങനെ നാളെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആനന്ദിന് കാര്യം മനസ്സിലായി, വന്നിരിക്കുന്ന കള്ളൻ എന്ന് പറഞ്ഞത് ഉദയഭാനു ആണെന്ന്. അതെ, അപ്പൊ അയാള് തന്നെ പെരുങ്കള്ളൻ അയാള് കാരണം എന്റെ മാമൻ കള്ളനായിട്ട് വീടിന് പുറത്തു പോകേണ്ടി വന്നു. അങ്ങനെ ഇത് വെച്ച് പൊറപ്പിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി ആനന്ദ് നേരെ നമ്മുടെ കോമഡി സ്റ്റോഴ്സിലേക്ക് വരുക കേട്ടോ. അവിടെ നമ്മുടെ ദേവി എന്തൊക്കെയോ പോയി അണ്ണാനെ പോലെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം പണം എവിടെ പോയി എന്നാണ് ദേവി ഇങ്ങനെ ആലോചിക്കുന്നത്. ഇത് കണ്ടുകൊണ്ട് ആനന്ദ് അവിടേക്ക് വരുന്നുണ്ട്. ആനന്ദ് വരുമ്പോഴേക്കും ദേവിയും അതുപോലെ തന്നെ നമ്മുടെ രാമേട്ടനും മാത്രമേ അവിടെ ഉള്ളൂ കേട്ടോ. ഇതാര് ആനന്ദ് മോനോ? കുറച്ചു ദിവസം ഇവിടേക്ക് വന്നിട്ട്. ഞാനിവിടെ വന്നില്ലെങ്കിൽ എന്താ, എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഇവിടെ ഇല്ല രാമേട്ടാ. അത് ശരിയാ, ദേവിമോളുള്ളതുകൊണ്ട് കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായി നല്ല വെടിപ്പായിട്ട് നടന്നു പോകുന്നുണ്ട്. ആനന്ദ് പറയണ്ടോ, എന്നിട്ടാണോ കഴിഞ്ഞ ദിവസം 25,000 രൂപയും അതിനു മുമ്പ് 2,000 രൂപ കാണാതെ പോയത്? ഇതിനു മുമ്പ് നമ്മളൊക്കെ നോക്കിയ സമയത്തൊന്നും 1 രൂപയുടെ കുറവ് പോലും ഉണ്ടായിട്ടില്ല. ദേവി വന്നപ്പോ കണക്കിലൊക്കെ ആകെ പെശകായി എന്ന് പറയണം. അത് ദേവിമോളുടെ കുഴപ്പമല്ല മോനെ എന്ന് രാമേട്ടൻ പറയണ്ട്. എന്നാലും രാമേട്ടൻ ഒരു ചായ വാങ്ങിച്ചിട്ട് വാ. ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് രാമേട്ടൻ അവിടെ നിന്ന് പോവാണ്. ആ സമയത്ത് ദേവി പറയണ്ട്, ആനന്ദേട്ടാ പറഞ്ഞു വരുന്നത് എന്താണ്? ഞാൻ കടലിൽ ഇരിക്കാൻ തുടങ്ങിയപ്പോ പൈസ കാണാതെ പോയെന്നാണോ? ഞാൻ എടുത്തു എന്നാണോ ആനന്ദേട്ടൻ ഉദ്ദേശിക്കുന്നത്? അയ്യോ, നീ എടുത്തില്ല, പക്ഷെ നിന്റെ വീട്ടുകാരെടുത്തു. വീട്ടുകാരോ? ആനന്ദേട്ടൻ എന്തൊക്കെയാ ആനന്ദേട്ടൻ പറയണത്? അതെ, ഞാൻ നിന്റെ അമ്മ സാക്ഷാൽ ശ്രീകല, അതായത് വലിയ ബിസിനസ് മാഗ്നറ്റ് ആയ ഉദയഭാനു സാറിന്റെ ഒരേ ഒരു ഭാര്യ ശ്രീകലനെ ഇന്ന് റോഡിൽ വെച്ച് കണ്ടിരുന്നു. AC കാറിലാ സഞ്ചാരം. ആനന്ദേട്ടാ വെറുതെ കളിയാക്കല്ലേ, അവർക്ക് 10 രൂപ പോലും കയ്യിലെടുക്കാനില്ല. അതൊക്കെ ഇന്നല, പക്ഷെ ഇന്ന് അവരുടെ കയ്യിൽ പൈസ ഉണ്ട്, 25,000 രൂപ. ആ പൈസക്ക് നിന്റെ അമ്മ കുറെ ഡ്രസ്സുകളും കുറെ ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോണതിന് എന്റെ 2 കണ്ണുകൊണ്ട് കണ്ടതാടി എന്ന് പറയാണ്. അപ്പോ ദേവി ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക കേട്ടോ. നീ ആലോചിക്കൊന്നും വേണ്ട, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസം 2,000 രൂപ കാണാതെ പോയല്ലോ, ആ 2,000 രൂപയും ഇന്നലെ കാണാതെ പോയ 25,000 രൂപയും ആരെടുത്തെന്നാ നിന്റെ വിചാരം? അത് എനിക്കറിയില്ല ആനന്ദേട്ടാ. എന്നാൽ അറിഞ്ഞു, നിന്റെ അച്ഛൻ ഉദയഭാനു ആണ് എടുത്തത്. അതിന് അച്ഛൻ ഇന്നലെ കടയിൽ വന്നില്ല. ആര് പറഞ്ഞു ആള് കടയിൽ വന്നില്ലെന്ന്? നീ ഇവിടുന്ന് ചായ കുടിക്കാൻ ഉച്ചയ്ക്ക് ഇറങ്ങി പോയില്ലേ? ആ സമയത്ത് അയാള് കടയിലേക്ക് വന്നിരുന്നോ? അപ്പോഴിവിടെ രാമേട്ടൻ മാത്രമേ ഉണ്ടായുള്ളൂ. നീ ഇവിടെ ഇല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് രാമേട്ടനോട് ചോദിച്ചു. അപ്പോഴേക്കും കടയിൽ ഏതെങ്കിലും കസ്റ്റമർ വന്ന് രാമേട്ടൻ കസ്റ്റമറിന് സംസാരിച്ചപ്പോ മേശപ്പുറത്തുണ്ടായ 25,000 രൂപയുടെ ഒരു കെട്ട് എടുത്തുകൊണ്ടാണ് അയാൾ ഇവിടുന്ന് പോയത് എന്ന് പറയുമ്പോഴേക്കും ദേവിക്ക് ആകെ ഷോക്ക് ആവാട്ടോ. ദേവി അവിടെ ഇരുന്ന് പോകാണ്. ആനന്ദ് പറഞ്ഞിട്ട് തീർന്നില്ലടി, നിന്റെ അച്ഛൻ കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടത് ഞങ്ങളുടെ പ്രിയപ്പെട്ട മാമനെയാണ്. നിന്റെ അച്ഛനായിട്ടുള്ള കള്ളന് നീ തന്നെ എന്റെ വീട്ടിലേക്ക് വിളിച്ചോണ്ടെന്ന് അയാളുടെ വായന്ന് അയാളെ കൊണ്ട് നീ തന്നെ പറയിപ്പിക്കണം. ഞാനാണ് പൈസ മോഷ്ടിച്ചത്, അതുപോലെ തന്നെ ധർമ്മമാമനല്ല എന്നുള്ള സത്യം അയാളെ വായി തന്നെ നീ എന്റെ അച്ഛന്റെയും അമ്മയുടെയും വീട്ടുകാരുടെ മുമ്പിലൊക്കെ തെളിയിക്കണം എന്ന് പറയാണ്. അത് ആനന്ദേട്ടാ, ഞാൻ പിന്നെ വേണമെങ്കിൽ അച്ഛൻ്റെ ഒക്കെ പൈസ വേണമെങ്കിൽ വാങ്ങിച്ചുതരാം. പൈസ കിട്ടിയതിട്ട് കാര്യമില്ല ദേവി. സത്യം കള്ളനായിട്ടുള്ള ഉദയഭാനു തന്നെ സത്യങ്ങളൊക്കെ എന്റെ അച്ഛന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞിരിക്കണം. അതെന്തെങ്കിലും കഥ ഉണ്ടാക്കി നിങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കി പറഞ്ഞു, അത് നിങ്ങളുടെ അച്ഛന്റെയും മോന്റെ കാര്യം. വൈകിട്ട് ഞാൻ വീട്ടിൽ വരുമ്പോഴേക്കും സത്യങ്ങളൊക്കെ വീട്ടുകാരെടുത്ത് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ദേവി, നീ ആരാണെന്നും എന്താന്നുള്ള കാര്യങ്ങൾ ഞാൻ തുറന്നു പറയും എന്ന് പറഞ്ഞിട്ട് ആനന്ദ് അവിടുന്ന് പോവാണ്. ആനന്ദ് പോയിക്കുമ്പോഴേക്കും ദേവി ആകെ വിഷമിച്ചിരിക്കാട്ടോ. അവിടേക്ക് രാമേട്ടൻ ചായ ആയിട്ട് വരുന്നുണ്ട്. അല്ല മോളെ, ആനന്ദ് എവിടെ? ആനന്ദേട്ടൻ പുറത്തു പോയി. അത് കൊള്ളാം, ചായ വാങ്ങിച്ചുകൊണ്ടിരാൻ പറഞ്ഞിട്ട് ആനന്ദ് പുറത്തു പോയോ? അല്ല, മോളുടെ മുഖം എന്താ ആകെ വിഷമിച്ചിരിക്കണത്? മോളും ആനന്ദ് തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല രാമേട്ടാ, ഇല്ലില്ല, എന്തോ പ്രശ്നമുണ്ട്. ആനന്ദൻ ഇപ്പൊ എനിക്ക് മനസ്സിലായി, ആനന്ദൻ മനഃപൂർവ്വം ഇവിടുന്ന് പറഞ്ഞയച്ചാണ് മോളോട് എന്തോ സംസാരിക്കാനായിട്ട്. അവൻ മോള് ദ്രോഹിക്കുന്നുണ്ടോ? മോളെ വഴക്ക് പറയുന്നുണ്ടോ? ആ കുഞ്ഞ് നഷ്ടപ്പെട്ടതിൽ ഇപ്പോഴും മോളെ കുറ്റപ്പെടുത്തുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതൊന്നുമില്ല രാമേട്ടാ, ഞാനിങ്ങനെ ആനന്ദേട്ടനോട് സംസാരിച്ചപ്പോ കുഞ്ഞിന്റെ കാര്യം ഇടയിൽ സംസാരം വന്നുപോയി. അപ്പൊ എന്റെ കണ്ണ് നിറഞ്ഞുപോയി, അതാ ആനന്ദേട്ടൻ ഇവിടെ ഇറങ്ങിപ്പോയതോ. അപ്പൊ വിഷമിച്ചിറങ്ങിപ്പോയതാണല്ലേ, വേറെ കുഴപ്പമൊന്നുമില്ല മോളെ. കുഴപ്പമൊന്നുമില്ല, എന്നാ മോളി ചായ കുടിക്കേ എന്ന് പറഞ്ഞിട്ട് രാമേട്ടൻ ആ ചായ വെച്ചിട്ട് അപ്പുറത്തേക്ക് പോവാട്ടോ. അപ്പൊ രാമേട്ടനോട് ദേവി ചോദിക്കണ്ട്, രാമേട്ടാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ മോളെ? എന്റെ അച്ഛൻ ഇന്നലെ എങ്ങാനും ഇവിടെ വന്നിരുന്നോ എന്ന് ചോദിക്കുകയാണ്. മോളോട് പറയാൻ മറന്നോ? അതെ, ഉദയഭാനു സാർ ഇന്നലെ വന്നിരുന്നോ? ആ സമയത്ത് മോൾ ഇവിടെ ഉണ്ടായില്ല, ചായ കുടിക്കാൻ പുറത്തു പോയി. മോൾ ഉണ്ടോന്ന് ചോദിച്ചു, ഞാനില്ലാന്ന് പറഞ്ഞു. അപ്പൊ തന്നെ അദ്ദേഹം ഇറങ്ങി പോവുകയും ചെയ്തു.
അപ്പൊ തന്നെ പോയോ? അപ്പൊ ഒരു കസ്റ്റമർ വന്നു, ഞാൻ പിന്നെ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്ന സമയത്ത് എന്താ തിരക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോവുകയും ചെയ്തു. ശരി രാമേട്ട, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ദേവി ഇങ്ങനെ കാര്യം ദേവിക്ക് മനസ്സിലായിട്ടോ. ദേവി രണ്ടും കൽപ്പിച്ച് നേരെ പോണത് വീട്ടിലേക്കാണ്. വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ ഉദയഭാനും ശ്രീകലും കൂടി പൊറോട്ടയും ചിക്കനും ഒക്കെ വെട്ടി വലിച്ചു വാരി കഴിക്കാട്ടോ. ഇതിനെ കാണുമ്പോ ശ്രീകല പറഞ്ഞ, കറക്റ്റ് സമയത്താണല്ലോ മോള് വന്നത്, വാ മോളെ ദേ ഭക്ഷണം കഴിക്കുന്നു, നിനക്ക് ഇഷ്ടപ്പെട്ട പൊറോട്ടയും ചിക്കനാ. അച്ഛാ ഇതൊക്കെ മേടിക്കാൻ എവിടെ നിന്നാച്ചാ പൈസ? ആദ്യം എനിക്ക് പൈസ കുറച്ച് ആൾക്കാർ തരാനുണ്ടായിരുന്നു, ആ പൈസ കിട്ടി എന്ന് പറയാണ്. അപ്പൊ സ്ത്രീകളെ പണ്ട് ആദ്യം 2000 രൂപയാണ് മോളെ കൊണ്ടുവന്ന് തന്നത്, പിന്നെ 25,000 രൂപ കെട്ട് കൊണ്ടുവന്ന് തന്നു എന്ന് പറയാണ്. 1500 രൂപ അച്ഛൻ എവിടെന്നാ കിട്ടിയെന്ന് അമ്മ ചോദിച്ചില്ലേ? അത് അച്ഛന് കുറെ പേര് പൈസ കൊടുക്കാണ്ടല്ലോ മോളെ, അതിലാരോ പൈസ കൊടുത്തതാണ് അല്ലേ മനുഷ്യ? ആദ്യ സ്ത്രീകളെ അച്ഛ കള്ളം പറയല്ലേ, ആദ്യം 2000 രൂപ അച്ഛൻ ഗോമതി സ്റ്റോഴ്സിൽ നിന്ന് അടിച്ചു മാറ്റി, പിന്നീട് ഇന്നലെ വന്ന് 25,000 രൂപ അടിച്ചു മാറ്റി. ഇതല്ലേ സത്യം? ദേ മോളെ നീ വെറുതെ അനാവശ്യം പറയത്, ഞാൻ ഗോമതി സ്റ്റോഴ്സിന് പൈസ എടുത്തിട്ടില്ല എന്ന് പറയാണ് ഉദയഭാനം. ദേവി പണ്ട് മതിയായിരുന്നു നിങ്ങക്ക്, തൃപ്തിയായിരുന്നു നിങ്ങക്ക്, എന്റെ ജീവിതം ഇത്രയൊക്കെ കുളമായിട്ട് കിടക്കുമ്പോഴും നിങ്ങൾക്ക് ഇതന്നെയാണ് വിചാരം അല്ലെ? ഞാൻ അച്ഛനടുത്ത് ഒരു അവസാനമായിട്ടൊരു കാര്യം പറയാൻ വേണ്ടിട്ടാ ഇവിടെ വന്നത്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ വരെ വരില്ലായിരുന്നു, ഒരു ഫോൺ കോൾ മതിയായിരുന്നു. പക്ഷെ ഞാനിപ്പോ ഇവിടേക്ക് വന്നത് അച്ഛനോട് നേരിട്ടൊരു കാര്യം പറയാനാണ്. എന്റെ ജീവിതം പോയാലും കുഴപ്പമില്ല, ഇപ്പൊ ഈ 25,000 രൂപ കാണാതെ പോയതില്ല, കുറ്റം ഇപ്പൊ വന്നിരിക്കുന്നത് ധർമ്മമാമന്റെ തലയിലാണ്. ധർമ്മമാമൻ പണം മോഷ്ടിച്ചു എന്ന രീതിയിലാണ് ഇപ്പൊ കഥ വന്നിരിക്കുന്നത്. അതിന്റെ പേര് ധർമ്മമാമൻ അപ്പുറത്ത് കൃഷ്ണമംഗലത്തേക്ക് ഇറങ്ങി പോവുകയും ചെയ്തു. അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പൊ ഒരു സമാധാനമില്ല. അച്ഛൻ തന്നെ 25,000 രൂപ ബാലച്ചന്റെ കയ്യിൽ കൊണ്ടേ കൊടുക്കണം. ഞാൻ പണം മോഷ്ടിച്ചിട്ടില്ല അച്ഛാ, വെറുതെ കള്ളം പറയരുത്. കള്ളം പറഞ്ഞ നാളെ എന്റെ ശവമായിരിക്കും അച്ഛനും അമ്മയും കാണുന്നത്. മോളെ സത്യം പറയാം, ഞാൻ 25,000 രൂപ എടുത്തത്, എന്നാ അച്ഛൻ തന്നെ 25,000 രൂപ ബാലച്ചന്റെ കയ്യിൽ കൊണ്ടുകൊടുക്കണം. അയ്യോ ഞാനിങ്ങനെ കൊണ്ടു കൊടുക്കും മോളെ, അങ്ങനെ കൊണ്ടു കൊടുത്താൽ ഞാനാണ് മോഷ്ടിച്ചെന്ന് പറയേണ്ടി വരില്ലേ? അതെങ്ങനെയാണെങ്കിൽ അച്ഛൻ കഥ ഉണ്ടാക്കിക്കോ, അച്ഛനെ കഥ ഉണ്ടാക്കാൻ നല്ല കഴിവാണല്ലോ. അമ്മ വരണോന്നില്ല, അച്ഛൻ മാത്രം വന്നാൽ മതി. ഒരു കാര്യം മനസ്സിലായി, ഇതിൽ അമ്മക്ക് മനസ്സറിവില്ലെന്ന്. അതുകൊണ്ട് അച്ഛൻ തന്നെ വന്നിട്ട് 25,000 രൂപ കൊടുക്കണം. മോളെ 25,000 രൂപയില് 10,000 രൂപ ചെലവായടി. അതൊന്നും എനിക്ക് അറിയണ്ട. 25,000 രൂപ ഒരു പൈസ കുറയാണ്ട് അച്ഛൻ ഇന്ന് തന്നെ വന്ന് കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ അച്ഛൻ ഇന്ന് കൊടുത്തില്ല എന്നാണെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾക്കൊരു കോൾ വരും, ഞാൻ മരിച്ചു എന്ന്. അത് കേൾക്കണ്ടെന്നുണ്ടെങ്കിൽ വരണം എന്ന് പറഞ്ഞിട്ട് ദേവി അവിടെ നിന്ന് പോവാണ്. സ്ത്രീകളെ ചോദിക്കണ്ടേ, എന്റെ മനുഷ്യ നിങ്ങൾ ഗോമതി സ്റ്റോഴ്സിൽ നിന്നാണ് പണം മോഷ്ടിച്ചത്? അത് പിന്നെ സ്ത്രീകളെ ഗോമതി സ്റ്റോഴ്സിൽ വിട്ടുമൂടാനുള്ള പണം വരുന്നുണ്ട്. എത്ര രൂപയാ വരുന്നതെന്ന് അറിയാവോ? അത് ഇന്ന് 2 or 3 എടുക്കുമ്പോ അവർ അറിയില്ലെന്ന് ഞാൻ വിചാരിച്ചു. അയ്യോ ഇനിയിപ്പൊ എന്ത് ചെയ്യും സ്ത്രീകളെ? എനിക്കറിയില്ല, നീ മേടിച്ച തുണിയൊക്കെ ആ കടയെ തിരിച്ചു കൊടുക്ക്. അയ്യോ ഞാൻ കൊടുക്കൊന്നുമില്ല. എടി നീ എങ്ങനെയെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കി താടി. നിങ്ങളെ ആ സുകന്യനെ വിളിച്ച് പൈസ എന്തെങ്കിലും ചോദിക്കേ, അവര് തരും. എന്നിട്ട് നിങ്ങളത് ആ ബാലനെ കൊണ്ടേ കൊടുക്ക് എന്ന് പറയണം. അത് നല്ലൊരു ഐഡിയ ആണ് എന്ന് ഉദയഭാനും വിചാരിക്കാണ്. ശേഷം നമ്മുടെ സുകന്യനെ വിളിച്ചിട്ട് പാസ്പോർട്ട് ശരിയാക്കാൻ ഒരു 30,000 രൂപ വേണമെന്ന് പറയണം. അങ്ങനെ അപ്പൊ തന്നെ നമ്മുടെ സുകന്യ ഉദയഭാനുടെ കയ്യിൽ 30,000 രൂപ കൊടുക്കണം. അതിൽ 25,000 രൂപ നമ്മുടെ നേരെ ബാലന്റെ അടുത്തേക്ക് വന്ന് കൊടുക്കാണ്. അത് കൊടുക്കുന്നത് വേറൊരു രീതിയിലല്ല. ഞാൻ അന്ന് കടയിലേക്ക് വന്നത് എന്റെ കാർഡൊന്നും വർക്ക് ആവുന്നില്ല, പൈസയുടെ ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. പിന്നെ നമ്മുടെ സ്വന്തം കടയിലെ ബാല എന്ന് വെച്ചിട്ട് 25,000 രൂപ എടുത്തതാണ്. മോളോട് ഞാനത് പറഞ്ഞിരുന്നു, പക്ഷെ മോളത് മറന്നുപോയെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞൊരു കഥ ഉണ്ടാക്കി ആ 25,000 രൂപ ബാലന്റെ കയ്യിൽ നൈസായിട്ട് കൊടുക്കാണ് ഉദയഭാനു കേട്ടോ. അങ്ങനെ ബാലനെ മനസ്സിലാവാണ് ധർമ്മൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. അപ്പൊ ഇങ്ങനത്തെ കുറെ ഭാഗങ്ങളാണ് നമ്മൾ ഇനി വരുന്ന ആഴ്ച കാണാൻ വേണ്ടി പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.